വികാരാധ്യയായ മാതാ അമൃതാനന്ദമയി അമ്മയെപ്പറ്റി വളരെ മോശമായ ചില പരാമർശങ്ങൾ ഡോക്ടർ ജയരാജ്, ശ്രീമതി ഐഷ സുൽത്താന, ശ്രീ പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് എന്നിവർ നടത്തുകയുണ്ടായി. അതിൽ ഡോക്ടർ ജയരാജ് മനസ്സിലാക്കേണ്ടത് ഒഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ളത് ഒരു കുട്ടിക്ക് അവന്റെ പാരന്റ്സിലുള്ള എതിർ ലിംഗത്തോടുള്ള അഭിനിവേശം എന്നതാണ്. ഓഡിപ്പസ് റെക്സ് എന്ന പ്രാചീന ഗ്രീക്ക് കഥാപാത്രത്തെ മനസ്സിലാക്കാതെ അവിടെയും ഇവിടെയും ഉപയോഗിക്കുന്ന ഡോക്ടർ ജയരാജിന്റെ വാഴക്കുല PhD അത് ഈ കാര്യങ്ങളിൽ പറയുന്നതിന് സ്വന്തം അമ്മയുടെ കാര്യത്തിൽ പറയുമായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മകന് അമ്മയോടുള്ള ആ പ്രേരണയാണല്ലോ ഓഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് സ്വന്തം കാര്യത്തിൽ പറയുകയായിരിക്കും കൂടുതൽ ഉചിതം എന്ന് കരുതുന്നു. അതുപോലെ ശ്രീമതി ഐഷ സുൽത്താന, താങ്കൾ മനസ്സിലാക്കേണ്ടത് മാതാ അമൃതാനന്ദമയി അമ്മ ഒരിക്കലും താനൊരു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. രോഗശാന്തി ശുശ്രൂഷകളും നടത്തുന്നില്ല. രോഗം വന്നവർക്ക് ചികിത്സിക്കാനായി ലോകത്തിലെ ഏറ്റവും നല്ല ആസ്പത്രികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർ ഒരു ദൈവത്തിന്റെ മനുഷ്യദൈവം എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നത് അവസാനിപ്പിക്കുക. അവരിൽ നിന്നും സ്നേഹവും സേവനവും കിട്ടിയ കോടിക്കണക്കിന് ജനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലുമുണ്ട്. ഇപ്പോഴും അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് വിദേശത്തു നിന്നും വന്ന അവരുടെ ശിഷ്യഗണങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിന്, പ്രത്യേകിച്ചും യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള സംഘടനകൾക്ക് പോലും തീർത്തും അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള സേവനങ്ങളാണ് മാതാ അമൃതാനന്ദമയി അമ്മ ചെയ്യുന്നത് എന്നാണ്. അതിനെ പുച്ഛിക്കേണ്ട. ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ചെയ്ത തെറ്റ് തിരുത്തി പറയുന്നതാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു. ഇനിയുള്ളത് ശ്രീ പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് എന്ന ആളോടാണ്. താങ്കൾ ഒരു കാര്യം പറഞ്ഞു, സുധാമണി എന്ന്. തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാർ പേരിടും. അതിലെന്താണ് ഇത്ര നാണിക്കാനുള്ളത്? അപ്പോൾ അത് കുറ്റപ്പെടുത്തിയും പരിഹാസരൂപേണയും പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 1995-96 കാലഘട്ടത്തിൽ ബിഷപ്പ് ഹൌസ് ബീച്ചിൽ നടന്ന സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഒരാളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാനത് പുറത്തു പറയുന്നില്ല. പക്ഷേ ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങളും പുറത്തു പറയാം. അപ്പൊ അതുകൊണ്ട് ശ്രീ ജെയിൻ രാജ് ഒരു കാര്യം മനസ്സിലാക്കുക, താങ്കളുടെ പിതാവ് ചെയ്തതുപോലെ നൂറുകണക്കിന് വീടുകള്, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടേതായാലും കോൺഗ്രസിന്റേതായാലും മുസ്ലിം ലീഗിന്റേതായാലും RSSന്റേതായാലും ആ കുട്ടികളെ നിർബന്ധിതമാക്കുന്ന ഒരു കാര്യങ്ങളും അമ്മ ചെയ്തിട്ടില്ല. അവരെയെല്ലാം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സംരക്ഷണം കിട്ടിയ കോടിക്കണക്കിന് മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെയൊക്കെ കൂടുതൽ പറയാനായി പ്രേരിപ്പിക്കരുത് എന്നൊരു അപേക്ഷയാണുള്ളത്. താങ്കൾ മനസ്സിലാക്കി പെരുമാറുമെന്ന് കരുതുന്നു. കേരളത്തിലെ പിന്നോക്ക വിഭാഗമായ അരയ വിഭാഗത്തിൽ ജനിച്ച് വളരെ ചെറുപ്പത്തിലെ തന്നെ ഈശ്വര സേവയും മാനവസേനയും സേവയും ഒന്നാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച ആ കുട്ടി വളർന്നു വന്ന് അമൃതാനന്ദമയി അമ്മയായി ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും സേവനവും നൽകാൻ പര്യാപ്തമായ ഒരു വലിയ പ്രസ്ഥാനമായി മാറി. ഇത് ഒരു ബോംബുണ്ടാക്കി കലുങ്കിനടിയിൽ വെച്ച് ഉണ്ടാക്കുന്ന സമയം കൈപോകുന്ന സംഭവമല്ല.
മാത്രമല്ല മാർക്സിസ്റ്റ് നേതാക്കളിൽ എത്ര പേരുടെ ഭാര്യമാരാണ് ഈശ്വരവിശ്വാസികൾ അല്ലാത്തവരായിട്ടുള്ളത്? എത്രയോ മാർക്സിസ്റ്റുകാരാണ് നേതാക്കന്മാരാണ് രഹസ്യമായി പൂജ നടത്തുന്നത്? എത്ര പേരാണ് ക്ഷേത്രങ്ങളിൽ തലയിൽ മുണ്ടിട്ട് പോകുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്നുമല്ല കാര്യം. ഇത് മാനവസേവ, മാധവസേവ എന്ന കാര്യമാണ്. അതുകൊണ്ട് ജാതി, മത, ദേശ, ഭാഷാ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യനെയും സ്നേഹിക്കുക, അത് മാത്രമാണ് അവർക്ക് സേവനം നൽകുക എന്നത് മാത്രമാണ് മാതാ അമൃതാനന്ദമയി അമ്മ ചെയ്യുന്ന സേവനം. അവരെ ഒരു ദൈവമായി ആരാധിക്കാൻ താങ്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മാതാ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാകാം. അത് അറിയണമെങ്കിൽ അദ്വൈതം പഠിക്കണം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നിരുന്നാലും ഒന്ന് മനസ്സിലാക്കുക, താങ്കൾക്കും ഒരുപക്ഷെ അവരുടെ സേവനങ്ങൾ വേണ്ടി വന്നേക്കാം. അവർക്ക് അത് നൽകുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു ഓർഗനൈസേഷനാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങള് CPM-ന് 10 കൊല്ലം ഭരിക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് എന്താണ് 10 കൊല്ലം ചെയ്ത് കാണിച്ചിരിക്കുന്നത്? അനാസ്ഥ, അഴിമതി, കടം, പ്രീണ രാഷ്ട്രീയം, നുണ, ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം. അല്ലെങ്കിൽ എന്തുകൊണ്ട് 2018 അയ്യപ്പന്മാരെ ദ്രോഹിച്ച ഒരു CPM 2025 അയ്യപ്പ സംഗമം നടത്തുന്നു? 10 കൊല്ലം വികസനം ചെയ്യാത്ത ഒരു CPM, കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു CPM, ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരു CPM, ആശാ വർക്കേഴ്സിന് ശമ്പളം വർദ്ധിക്കാൻ പറ്റാത്ത CPM, ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കാൻ പറ്റാത്തൊരു CPM എന്തുകൊണ്ട് ഈ മാസം എല്ലാ ഗ്രാമപഞ്ചായത്തിലും വികസന സദസ്സ് നടത്തുന്നു? കാരണം ജനങ്ങളെ വിഡ്ഢിയാക്കുക, ശ്രദ്ധ തിരിക്കുക. 10 കൊല്ലം ഒന്നും ചെയ്തില്ല. ജനങ്ങൾ ചോദിക്കുമ്പോൾ അവരെ ശ്രദ്ധ തിരിക്കാൻ അവര് ശ്രമിക്കുക. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ഇപ്പൊ ഇരിക്കുന്നത്, CPM പൊളിഞ്ഞു പോകുന്നു, CPM തകർന്നു പോകുന്നു, അവരെ ജനങ്ങൾ വിട്ടുപോകുന്നു, അപ്പൊ ഞങ്ങൾക്ക് ഭരണം പിടിക്കാൻ പറ്റും. ഇതാണ് കോൺഗ്രസിന്റെ ഒരു തിങ്കിങ്. അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ് 10 കൊല്ലം ഭരിച്ചപ്പോ യു പി എന്റെ സമയത്ത് ഭരിച്ചപ്പോ എന്താണ് ചെയ്തത്? നശിപ്പിച്ചു വെച്ചില്ലേ ഇന്ത്യനെ. CPM ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഇവിടെ സൃഷ്ടിച്ചപ്പോൾ, അതുപോലെ തന്നെ 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ അത് തന്നെയായിരുന്നു അവിടെയും ചെയ്തത്. കർണാടകയിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? തെലങ്കാനയിൽ എന്ത് ചെയ്യുന്നു? ഹിമാചൽ പ്രദേശിൽ എന്ത് ചെയ്യുന്നു? പൊളിച്ച് എക്കോണമി കംപ്ലീറ്റ്ലി അവിടെ തകർത്ത് വെച്ചിരിക്കുന്നു. അവിടെ ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല. അപ്പൊ ഇവരുടെ രാഷ്ട്രീയം ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രാഷ്ട്രീയമാണ്. ഈ നാട്ടിൽ, ഈ രാജ്യത്തിൽ ഒരു പാർട്ടി പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്ത് കാണിച്ചൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP ആണ്, അത് നരേന്ദ്രമോദിജിയുടെ സർക്കാരാണ്. 10 കൊല്ലം നരേന്ദ്രമോദിജി ഭരിച്ച ജനങ്ങൾ വിശ്വസിച്ച ഒരു അവസരം കൊടുത്തപ്പോൾ എന്താണ് നരേന്ദ്രമോദിജിന്റെ BJP കാണിച്ചു കൊടുത്തത്? എവിടെയായിരുന്നു ഇന്ത്യ? ഇപ്പൊ എവിടെയാണ് ഇന്ത്യ? 0%. മരുന്നും ഭക്ഷണത്തിന്റെ GST 0%, 5% ആക്കി കൊടുത്തു, കമ്മിയാക്കി. ഇവിടെ വില കയറുന്നു, അവിടെ നരേന്ദ്രമോദിജി വില കമ്മിയാക്കുന്നു. 10 കൊല്ലം നല്ല പോളിസീസും നല്ല ഭരണം ചെയ്താൽ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടണം. അത് ആരാണ് കാണിച്ചു കൊടുക്കുന്നത്? നരേന്ദ്രമോദിജി, BJP. അത് ഉത്തർപ്രദേശിലെ യോഗിജിയാണോ, മഹാരാഷ്ട്രയില് ദേവേന്ദ്ര ഫഡ്നവിസ് ജി ആണോ? ഏത് സംസ്ഥാനത്തിൽ BJP സർക്കാർ ഉണ്ട് അവിടെ നല്ല ഭരണമുണ്ട്, അവിടെ ജനങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടുന്നുണ്ട്.